ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ബേക്ക് മൈ ഡേ. ഇന്ന് ഞാനൊരു ബേസിക് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഫ്ലഫി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കുക എന്നാണ് ഞാൻ കാണിക്കാൻ പോണത്. എനിക്ക് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പം അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതിനേക്കാളൊക്കെ ഉപരി നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: മൈദ 1 കപ്പ്, മുട്ട 4 എണ്ണം, കൊക്കോ പൗഡർ 1/4 കപ്പ്, ഷുഗർ 3/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ, ബട്ടർ മിൽക്ക് 1/4 കപ്പ്, vegetable oil 1/4 cup, coffee 1/8 cup, baking soda half teaspoon, baking powder 1 teaspoon, vanilla essence 1 teaspoon, salt 1/4 teaspoon. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കാം. മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾ ഡാർക്ക് കൊക്കോ പൗഡർ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്പഞ്ചിന് നല്ല ഡാർക്ക് കളർ കിട്ടും. അപ്പം ഷുഗറിൻ്റെ അളവ് കുറച്ചൊന്ന് കൂട്ടി കൊടുത്താൽ മതി. 1 കപ്പ് ഷുഗർ ആഡ് ചെയ്താൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ എഗ്ഗ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യേണ്ട ബൗൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കണം, വാട്ടർ കണ്ടൻറ്റ് ഒന്നും പാടില്ല. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എഗ്ഗ് സെപ്പറേറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, എഗ് യോക്കിൻ്റെ പാർട്ടിക്കിൾസ് ഒന്നും എഗ് വൈറ്റിൽ പെടരുത്. അങ്ങനെ ആവുമ്പം എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുമ്പം അത് നന്നായി പൊന്തി വരില്ല. എഗ് യോക്കിലിന് വെനില എസൻസ് ആഡ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇത് ചോക്ലേറ്റ് സ്പഞ്ച് ആയതുകൊണ്ട് അധികം വെനില എസൻസ് ഒന്നും വേണമെന്നില്ല, 1 ടീസ്പൂൺ തന്നെ മതി. എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുമ്പം ഞാൻ കുറച്ച് ബോയിൽഡ് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ള മെത്തേഡ് ഞാൻ വെനില സ്പഞ്ചിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് ഞാൻ ആ ലിങ്ക് ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലെത്തിയാൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെ ആയിട്ട് വേണം ആഡ് ചെയ്യാൻ. എന്നിട്ട് നല്ല തിക്കാവുന്നവരെ ഒന്നുകൂടെ ബീറ്റ് ചെയ്യണം. എഗ് വൈറ്റ് ഇപ്പോൾ നല്ല സ്റ്റിഫ് പീക്കായിട്ടുണ്ട്. ഇനി എഗ് യോക്ക് ചേർത്തിട്ട് നമുക്കൊന്നുകൂടെ ബീറ്റ് ചെയ്യണം. ഇനി എഗ് യോക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്തിട്ട് നല്ല ക്രീമി ആവുന്നവരെ ബീറ്റ് ചെയ്യണം. എഗ്ഗ് ഇപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കണം. നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ ഒരു സീവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അത് കുറേശ്ശെ ആയിട്ട് നമുക്ക് എഗ്ഗിൽ ആഡ് ചെയ്യണം. ഇതൊരിക്കലും ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യരുത്. ജസ്റ്റ് ഇതേപോലെ ഒരു സ്പാറ്റില വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം മിക്സ് ചെയ്യാൻ. ഇനി വേറൊരു ബൗളിലേക്ക് നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക്, കോഫി, ഓയിൽ എന്നിവ ചേർത്ത് മിക്സ് ആക്കണം. പുളിയില്ലാത്ത ബട്ടർ മിൽക്കാണ് വേണ്ടത്. 1/4 കപ്പ് പാലിൽ 1/2 ടീസ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ച് വെച്ചിട്ട് 10 മിനിറ്റ് നേരം വെച്ചാൽ നമുക്ക് പുളിയില്ലാത്ത ബട്ടർ മിൽക്ക് കിട്ടും. വാനില സ്പഞ്ചിലെ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെയാണ് ഇതിലും. ഈ ബാറ്ററിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് വേണം ഈ ബട്ടർ മിൽക്ക്, ഓയിൽ, കോഫി മിക്സ്ചറിൽ മിക്സ് ചെയ്യാൻ. എന്നിട്ട് വേണം ബാക്കി ബാറ്ററിൽ ഒഴിക്കാൻ.
ഈ റെസിപ്പിയിലെ കോഫി ഓപ്ഷണലാണ്, ഇഷ്ടമില്ലാത്തവർക്ക് ആഡ് ചെയ്യണമെന്നില്ല. പൊതുവെ ചോക്ലേറ്റ് കേക്കിൽ ഇച്ചിരി കോഫി ആഡ് ചെയ്യുമ്പം ടേസ്റ്റ് ഇത്തിരി നല്ലതായിട്ട് കിട്ടും. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ 2 പാനാണ് എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് ഗ്രീസ് ചെയ്യണം. ഞാൻ പൊതുവേ നോൺ സ്റ്റിക്ക് സ്പ്രേ ആണ് യൂസ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വെച്ചും ബട്ടർ തടവിയിട്ടുള്ള മെത്തേഡൊക്കെ ഫോളോ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അതാണ് ഞാൻ ചെയ്യാറുള്ളത്. ശരിക്കും ഈ ബാറ്റർ 6 ഇഞ്ചിൻ്റെ 3 പാനിലേക്കുള്ളതുണ്ട്. എപ്പോഴും നമ്മൾ പാനിൻ്റെ ഹാഫ് പോർഷനാണ് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പം കുക്കിംഗ് ടൈം ഒരുപാട് എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ മാത്രമല്ല അപ്പം മേലെ ക്രാക്ക് വീഴാനും സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഹാഫ് പോർഷനാണ് പാനിൽ ഒഴിക്കേണ്ടത്. ഞാനിതിൽ എക്സ്ട്രാ ബാക്കി വരുന്നത് വേറൊരു പാനിലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിലുള്ള എയർ പോക്കറ്റ്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്യുന്നത്. ഇനി പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനിൽ ബേക്ക് ചെയ്തെടുക്കണം. എൻ്റെ ഓവനിൽ 160 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. നിങ്ങളുടെ ഓവനിൽ ഏതാണ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്യണം. 20-25 മിനിറ്റാണ് കുക്കിംഗ് ടൈം. സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാനിൽ നിന്ന് മാറ്റണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ്. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള സ്പഞ്ചാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.